ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ ബോറടിപ്പിക്കാതെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ അവസാനമായിട്ട് കണ്ട സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദിയുടെ മുത്തശ്ശിയും കൂടെ നിൽക്കുകയാണ്. സ്കൂളൊക്കെ വിട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ആണെങ്കിൽ വണ്ടി എടുക്കുന്നു, പുറകോട്ട് എടുക്കുന്നു, മുന്നോട്ട് എടുക്കുന്നു. നമ്മുടെ ആദിയുടെ അമ്മമ്മയാണെങ്കിൽ, അതായത് മുത്തശ്ശി എന്ന് അമ്മമ്മയൊക്കെ വിളിക്കുക, നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ മോനെ ബാ എന്നൊക്കെ പറഞ്ഞു ബാഗൊക്കെ തോളത്തെടുത്ത് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ആദി സച്ചിനെ കാണുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആദി പറയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയോട്, ദേ അമ്മമ്മേ, ദേ സച്ചേട്ടൻ എന്നല്ല സച്ചിയങ്കിൾ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ മോനെ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതെന്താ സച്ചേട്ടനെ കാണുമ്പോ സച്ചിയങ്കിളിനെ കാണുമ്പോ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിന്നോടല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്, ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു മാറ്റിക്കൊണ്ടുപോയി നമ്മുടെ ആദീനെ നിർത്തുകയാണ് കാണാത്തൊരു സ്ഥലത്തേക്ക്. അപ്പോഴത്തേക്കും കുറെ പിള്ളേരൊക്കെ ഓടി നമ്മുടെ സച്ചിയുടെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ചെല്ലും. അപ്പം വൈകിട്ട് അങ്ങാണ്ടാണ്, 4 മണിക്ക് സ്കൂൾ വിട്ടു പോകുന്ന സമയമാണ്. അപ്പം സച്ചി കാണുന്നുമില്ല കേട്ടോ. സച്ചി നമ്മുടെ ആദീനോട്ട് കാണുന്നില്ല, ആദീനെയും അതുപോലെ ആദിയുടെ അമ്മേനെയും കാണുന്നുമില്ല. തലനാഴിരയ്ക്കും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ സച്ചി അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയ ഒരു സമയത്താണ് നേരെ ശ്വാസം വീണ് ചങ്കിലും കൈവച്ചിട്ട്, എന്റെ പൊന്നോ ഞാൻ രക്ഷപ്പെട്ടു, ഇനിയിപ്പം എന്നും ഇങ്ങനെ പേടിച്ചു വരച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായി പോയല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ ആ അമ്മ ഇങ്ങനെ വിഷമിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോഴത്തേക്കും കുട്ടി വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഞങ്ങൾ കണ്ടാൽ എന്താ കുഴപ്പമിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, അത് ഇപ്പൊ കാണാൻ പാടില്ല മോനെ, അങ്ങനെയാണ്, അതിപ്പോ മോനെ അറിഞ്ഞാൽ മതി, വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും മോനെ അറിയണ്ട, അത് നിന്റെ അമ്മയ്ക്ക് പല രീതിയിലുള്ള ദോഷം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മയ്ക്ക് ദോഷം ചെയ്യുമോ? ഇപ്പം സത്യങ്കിളിനെ കണ്ടെന്നോർത്തോണ്ട് അമ്മയ്ക്ക് ഏത് രീതിയിലാ ദോഷം ചെയ്യുന്നത് എന്നൊക്കെ കുട്ടി ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുക. കാരണം കുട്ടിയുടെ പഴയ പ്രായമല്ലല്ലോ, ഇപ്പം ആദ്യം വളർന്നു, കുറച്ച് വലുതായി, അറിവായി. അപ്പൊ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മയോട്. അതിനുള്ള മറുപടി ഒന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. നിന്റെ അമ്മ 2ാമത് കല്യാണം കഴിച്ച ആളുടെ അനിയനാണ് സച്ചി എന്ന് പറയാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ പറയാനുള്ള ഒരു മനക്കെട്ടി നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെട്ടു പോയി കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയാണ്, ഇങ്ങനെയാണ് ഇന്ന് സച്ചിയങ്ങളിനെ കണ്ടായിരുന്നു അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സച്ചിയങ്ങളിനെ കണ്ടെന്നോ, എന്താ ഇവനീ പറയുന്നതെന്ന് ചോദിക്കാം. ശ്രുതി അപ്പം പറഞ്ഞു, ഏയ് കണ്ടില്ല, അവൻ ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾ അവനെ കണ്ടായിരുന്നു. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ. ഫസ്റ്റ് സ്കൂളിൽ തന്നെയാണ് നമ്മൾ ചെന്ന് ചേർന്നിരിക്കുന്നത്. സച്ചിക്ക് എങ്ങനെയാണോ അവിടെ ജോലിക്കൊക്കെ വരാനായിട്ട് തോന്നിയത്, ഇതാകെപ്പാടെ തൊല്ലയായല്ലോ, തലവേദന ആയല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യുക? സ്കൂൾ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് അത്രയ്ക്ക് പെട്ടെന്ന് നടക്കത്തുമില്ല. സ്കൂളിൽ കൊണ്ട് ചേർത്തും പോയല്ലോ, ഇത് മീര കാരണം ഇതൊക്കെ. അവളോട് ഞാൻ പറഞ്ഞതായിരുന്നു ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും പറഞ്ഞു, അത് പിന്നെ മോളെ ഇവിടെ താമസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, ഞങ്ങളെ തിരിച്ചു കൊണ്ടാക്കിയേരെ, അതായിരിക്കും നല്ലത്. ഇതിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലോ, മോന് സ്കൂളിൽ പോണ്ടേ? അവൻ എന്നും ഇങ്ങനെ മാറി എങ്ങനെയാ നടക്കുന്നത്? അങ്ങനെ മാറി നടന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങള് നാട്ടിലേക്ക് പൊക്കോളാം മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അങ്ങനെ പറ്റില്ലല്ലോ, ഏതായാലും ഇവന് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തില്ല, ഇനിയിപ്പൊ അത്രയ്ക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോക്കും വരവൊന്നും പറ്റത്തൊന്നുമില്ല, അത് ശരിയാവത്തൊന്നുമില്ല. അതുകൊണ്ട് ഇനി അത് ഓർത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഏതായാലും പെട്ടു, ഇനിയിപ്പം എങ്ങനെയെങ്കിലും സച്ചിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക, അല്ലാതെ വേറൊരു മാർഗം ഇതിലില്ലല്ലോ. ഏതായാലും എനിക്ക് അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് കിട്ടിയൊരു ജീവിതമാണ്, ആ ജീവിതം തകർത്ത് കളയാൻ പറ്റില്ലാഞ്ഞിട്ട് അമ്മേ ഞാൻ ഇതുപോലെ കള്ളത്തരങ്ങളും കൗശലങ്ങളും കാണിച്ച് നിൽക്കുന്നത്. സുധീനെ ഒന്നും മറക്കാനും, സുധീനെ എന്റെ ജീവനായി കണ്ടതാ, അതൊന്നും എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ കുടുംബം, ആന്റി, അങ്കിള്, എല്ലാവരും ആ കുടുംബത്തിലെ എല്ലാവരെയും എനിക്ക് ആവശ്യമാണ്. പക്ഷെ സച്ചിൻ രേവതിയും ആ കുടുംബത്തിൽ നിന്ന് പോയാൽ തന്നെ പകുതി സമാധാനം ഉണ്ടാവും. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ എന്റെ ശ്രുതി, സച്ചി രേവതി എന്ത് പഴിച്ചു, അവരെന്ത് പഴിച്ചെന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചിങ്ങനെ ശ്രുതിയുടെ അമ്മ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പോഴും സച്ചിൻ രേവതിയും തന്നെയാണല്ലോ വലുത്,
എന്റെ പൊന്നമ്മ, അവൻ കാരണവും അവള് കാരണവുമാ ഞാനിപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതും ഈ ഒരു അവസ്ഥ വന്നതും ഒക്കെ. അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നും എന്റെ ശത്രു തന്നെയാ സച്ചിൻ രേവതി. അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും അവരുടെ മുമ്പിൽ ചെന്ന് ഞാൻ പെടൂലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക എന്റെ പുറകെ പുറകെ തന്നെ. അവന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവനതിന്റെ കാര്യം ഉണ്ടായിട്ടല്ലേ ശ്രുതി, അവന്റെ ചേട്ടന്റെ ജീവിതമല്ലേ. നോക്കുമ്പം ഒരു പെരുങ്കള്ളി, നിന്നെ അങ്ങനെയല്ലേ വിശേഷിപ്പിക്കുകയുള്ളൂ. കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു 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 ഓരോന്ന് പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ച് നീ എല്ലാവരെയും വെച്ചിരുന്നത് കൊണ്ട് നിന്നെ പെരുങ്കള്ളിയായിട്ട് തന്നെയല്ലേ എല്ലാവരെയും ചിത്രീകരിക്കുന്നത്. അപ്പൊ പിന്നെ സ്വന്തം ചേട്ടന്റെ ജീവിതം രക്ഷിക്കാൻ നോക്കുന്നതല്ലേ സച്ചി. അതിന് സച്ചിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നോക്ക് എന്റെ മോളെ. എന്നിട്ട് നീ അവിടെ എങ്ങനെയും കയറി പറ്റ്. അല്ലാതെ ഇനിയും ഓരോ നുണകൾ പറഞ്ഞ് അവിടെ കയറി പറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതമല്ലേ തകർന്നു പോകുന്നത്. ഇനിയും നീ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പറയുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരിക്കല് നിന്നെ ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന സുധി വേറൊരു ജീവിതം തിരഞ്ഞെടുക്കില്ലെന്ന് ആര് കണ്ടു? അതിനാണല്ലോ അവന്റെ അമ്മ ഇപ്പം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറ. ഇനി നീ ഒരു വിവാഹം കഴിഞ്ഞു, നീ ഒരു കുട്ടിയുടെ അമ്മയും കൂടി അന്ന് അറിഞ്ഞെങ്കില് പിന്നെ പറയണ്ട മോളെ, നിന്റെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അതിനു മുമ്പ് ജീവിതം ബലപ്പെടുത്താൻ വേണ്ടി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആയിരിക്കും നല്ലതെന്ന് പറയുമ്പോ അമ്മയെ സത്യങ്ങളൊക്കെ തുറന്നു പറയാം, പക്ഷെ എന്റെ കയ്യിലാകണം ശ്രുതി എന്റെ വലയത്തിനുള്ളിലായാൽ മാത്രമേ എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഓരോ തട്ടുമുട്ട ന്യായങ്ങളൊക്കെ പറയാണ്. പക്ഷെ ശ്രുതി പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പൊ ശ്രുതി നമ്മുടെ ശ്രുതിയുടെ വലയത്തിലായാൽ പിന്നെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കാം. പക്ഷെ ചന്ദ്രയുടെ വലയത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ശ്രുതിക്കൊരു കുഞ്ഞുണ്ട്, താൻ നേരത്തെ വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി ആകെപ്പാട് ടെൻഷനിലാണുള്ളത്. അപ്പം നമ്മുടെ ദേവുവിനെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ നമ്മുടെ ദേവുവിനെ കാണാൻ വേണ്ടി രേവതി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദേവു ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ദേവു. അപ്പം രേവതി ഇങ്ങനെ വന്ന ഉടനെ തന്നെ ലക്ഷ്മി ആ മോളെ കയറി വാ എന്നിങ്ങനെ പറഞ്ഞപ്പോ ദേവു എന്തേന്ന് ചോദിച്ചപ്പോ ദേവു കിടക്കുവാണ്, നീ അങ്ങോട്ട് ചെല്ല എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ദേവുവിനോട് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ ഈ വാശി കാണിക്കുന്നത് എന്തിനാ? നീ ആരോടാ ഈ വാശി കാണിക്കുന്നത്? നീയും എല്ലാവരെയും പോലെ തുടങ്ങിയാലോ? അരുൺ വാശി കാണിക്കുന്നു, സച്ചേട്ടൻ വാശി കാണിക്കുന്നു, നീയും കൂടെ വാശി കാണിച്ചു കഴിഞ്ഞാലേ അതെ, നീ ഒരു കാര്യം ഓർക്കണം. നിനക്കുള്ളതാണ് അരുണെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം കഴിച്ചിരിക്കും. അത് ആരൊക്കെ തടസ്സം നിന്നാലും ഉറപ്പായിട്ടും ആ കല്യാണം നടന്നിരിക്കും. ഇപ്പൊ തൽക്കാലം ഒരു ഗ്യാപ്പ് കൊടുക്കുക, അത് മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആരോടും. എനിക്ക് ഈ പറയുന്ന അരുണിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് ഞാന് തപസ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ല, ഞാൻ കാരണം ആരുടെയും ജീവിതം പോകണ്ടേ ചേച്ചി? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിവാഹം വേണ്ടാന്നൊക്കെ വെച്ചത്. അല്ലാതെ എനിക്ക് അരുണേട്ടനെ ഇപ്പോഴും ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. എനിക്കറിയാം അരുണേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം ശരിയാവില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ മനസ്സിലാക്കി തന്നെയാ മോളെ ഞാൻ നിൽക്കുന്നത്. നിന്റെ സച്ചേട്ടനോട് ഞാൻ 1000 വട്ടം പറഞ്ഞു നോക്കി, അതുപോലെ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. പക്ഷേ സച്ചേട്ടനോട് ആരൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അരുണിന്റെ കുറച്ച് സ്വഭാവ ദോഷവശങ്ങളെയൊക്കെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ പറയുന്നത് വേണ്ട, ഈ വിവാഹം നടത്തണ്ട എന്ന് തന്നെ, അത് നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ്. അപ്പം അവിടെ എന്തെങ്കിലും പറഞ്ഞെനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ മാറ്റിയേനെ. പക്ഷേ സച്ചേട്ടൻ ആകെപ്പാടെ മൊത്തം വാശി പിടിച്ചിരിക്കുക മോളെ. അതുകൊണ്ടാണ് ഇപ്പൊ സംഭവം ഇങ്ങനെ. നീ ഒരു കാര്യം ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അരുൺ എങ്ങനെയെങ്കിലും ഈ പറയുന്ന സച്ചേട്ടനോട് ഒരു മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഈ ഒരു കല്യാണം നടന്നേനെ. അരുണിനെ കൊണ്ട് എങ്ങനെയെങ്കിലും മാപ്പ് ചോദിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അരുണേട്ടനും ഒരാളല്ലേ, അരുണേട്ടനും വാശിയൊക്കെ ഇല്ലേ, വീറും വാശിയൊക്കെ ഇല്ലേ? സച്ചേട്ടൻ ഈ കാണിക്കുന്ന വീറും വാശിയൊക്കെ അരുണേട്ടനും ഉണ്ടല്ലോ. എന്നിട്ടും എന്താ അരുണേട്ടൻ കാണിച്ച? അരുണേട്ടന്റെ അമ്മേനെ കൊണ്ടുവന്ന് ഈ വീട്ടിലെ പെണ്ണ് വരെ ചോദിപ്പിച്ചില്ലേ? ഇതിൽ കൂടുതൽ എന്താ അരുണേട്ടൻ ചെയ്യേണ്ടത്? അരുണേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനല്ലേ അരുണേട്ടനുമായിട്ട് ജീവിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. ഏതായാലും ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല ചേച്ചി. ഞാന് മനഃപൂർവ്വം ആഹാരം കഴിക്കാതിരിക്കുന്നതോ ഒന്നുമല്ല. എനിക്ക് പറ്റണ്ടേ, എനിക്ക് പറ്റാഞ്ഞിട്ടാ ഞാൻ ആഹാരമൊക്കെ കഴിക്കാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി തന്നെ ചോറൊക്കെ എടുത്തോണ്ട് വന്ന്
ദേവുവിന് വാരിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ലക്ഷ്മി ഇത് കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ലക്ഷ്മിക്ക് ഉണ്ട് അരുണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. പക്ഷെ സച്ചി സമ്മതിക്കാത്തത് കൊണ്ട് ലക്ഷ്മിയും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ലക്ഷ്മിയും ഇപ്പോഴും പറയുന്നത് സച്ചി സമ്മതിക്കട്ടെ, സച്ചി സമ്മതിക്കുകയാണെങ്കിൽ ഈ വിവാഹം നടത്താം എന്ന് തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ തന്നെയാണ്. അപ്പൊ സച്ചി വീട്ടിലെത്തി. സച്ചി ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും ഈ വിവാഹ കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നത് ഇല്ല, നടക്കത്തില്ല, ഒട്ടും നടക്കത്തില്ല എന്ന് തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന രേവതിക്ക് അവക്ക് പറ്റിയ കേസ് പിടിച്ചാൽ പോരായിരുന്നോ, അവളൊരു വലിയ പോലീസുകാരനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതല്ലേ, എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണു, അവക്കൊക്കെ വല്ല കൂലിപ്പണിക്കാരനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ പോരെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ദേവുവിന് നല്ലൊരു ജോലിയുണ്ട്, അവക്ക് ഒരു പോലീസുകാരനെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത്, അവള് പഠിച്ചു നേടിയ ജോലിയല്ലേ, അവളും ഒരു ജോലിയുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിന് തന്നെ. അത് മാത്രമല്ല ഇപ്പൊ പാവപ്പെട്ട ആൾക്കാരെ മാത്രമേ വിവാഹം കഴിക്കാൻ കൊള്ളാവുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. പാവപ്പെട്ട ആൾക്കാർ പണപ്പെട്ടവരെ അല്ലെങ്കിൽ ഇച്ചിരി സാമ്പത്തികമുള്ളവരെ വിവാഹം കഴിച്ചാലാണല്ലോ അവരുടെ കുടുംബവും മെച്ചപ്പെടത്തുള്ളൂ. പിന്നെ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ അമ്മ സംസാരിക്കുന്നത്? മാത്രമല്ല എന്റെ ദേവുവിനെ ഞങ്ങൾ വെറും കൈയോടെ ഒന്നും പറഞ്ഞ് അയക്കത്തൊന്നുമില്ല, ഞങ്ങളുടെ ദേവുവിന് കൊടുക്കാനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൂവിറ്റിപ്പോ എന്താ ഉണ്ടാക്കാനായിട്ട് പറ്റും, പൂവിറ്റ് എന്ത് നക്കാപ്പിച്ച് അടി കിട്ടാൻ പോകുന്നത്, പൂവിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും റോൾഡ് ഗോൾഡിൽ ഇട്ട് കൊടുത്തിട്ട് പറയുമായിരിക്കും ഇത് സ്വർണ്ണമാണെന്ന്, അതൊക്കെ അല്ലേടി ഇതിനെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ ഇനി കൂടുതൽ അമ്മ സംസാരിക്കരുത്, എന്റെ ദേവുവിന് എന്ത് കൊടുക്കണ്ട എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന ഒരിക്കലും ഒരു പെണ്ണിന്റെ സ്വർണം നോക്കിയല്ല ഒരു പെണ്ണിനെ ആരും വിവാഹം ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊന്നും അല്ല. പെണ്ണാണ് ഏറ്റവും വലിയ നിധി. അതുപോലെ ഞങ്ങളുടെ ദേവുവാണ് അവന് ഏറ്റവും വലിയ നിധി. അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എങ്കിൽ ഈ വിവാഹം വിധിക്കപ്പെട്ടതാണെങ്കിൽ നടക്കും. അത് എന്തൊക്കെയാണെങ്കിലും നടക്കും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങളുടെ ദേവുവിനെ ആരെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലും ഞങ്ങൾ വെറും കൈയോടെ ഒന്നുമല്ല പറഞ്ഞു വിടാൻ പോകുന്നത്. ആവശ്യത്തിലധികം അവക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് തിന്നല്ല അവള് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ആരാടി അപ്പം വീട്ടിൽ ഇരുന്ന് തിന്നുന്നത്, വെറുതെ നീ എന്നെ അല്ലേടി പറഞ്ഞതെന്ന് പറയുമ്പം അമ്മേനെയാണ് പറഞ്ഞതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അമ്മയുടെ കുഴപ്പമായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പം അത് അമ്മ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലോ അമ്മയ്ക്ക് അത് തോന്നുന്നത് എന്നിങ്ങനെ രേവതി അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനൊക്കെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ വർഷ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയുള്ള പരാക്രമത്തിലാണ്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നശിപ്പിക്കണം, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കണം. അപ്പം നമ്മുടെ ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് എങ്ങനെയും പറഞ്ഞയക്കാനൊക്കെ പഠിച്ചു പണി 18 ഈ പറയുന്ന വർഷം നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതി ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം, അവളെ തന്നെ ഇരിക്കാനോ തന്നെ അവളെ വിടരുത് എങ്ങോട്ടേക്കും, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മാത്രമല്ല സച്ചേട്ടനാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരുപാട് വിഷമത്തോടു കൂടി ഇവിടെ സച്ചേട്ടൻ ഇരിക്കുന്നത്. സച്ചേട്ടൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. സച്ചേട്ടനാണെങ്കിൽ നിങ്ങളില്ലാത്തതിന്റെ ഭയങ്കര വിഷമമുണ്ട്. എന്തൊക്കെയോ കുട്ടിക്ക് കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആണ് ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് ഇപ്പം സങ്കടമായിട്ട് ഇരിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീകാന്തും പറയുന്നുണ്ട്, അല്ലെങ്കിലും 1-2 ദിവസത്തിൽ കൂടുതൽ ഇനി ഇവിടെ നിൽക്കത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ശ്രീകാന്തും പറയുന്നുണ്ടേ. ഇതിനിടയിൽ നമ്മുടെ അരുണാണെങ്കിൽ താൻ പിടിച്ച ഇതിന് 100 കൊമ്പ് എന്ന് പട്ടി തന്നെയാണ് ഉള്ളത്. അപ്പം അരുണ് സത്യത്തിൽ ഇപ്പം പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ നിൽക്കേണ്ടതെന്ന് അറിയില്ല. കാരണം അരുണിന്റെ സ്വഭാവം എന്താണെന്ന് പ്രേക്ഷകരായ നമുക്ക് പോലും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. സച്ചി പറയുന്നത് കൊണ്ട് അതിൽ എന്തൊക്കെയോ സത്യം കാണും എന്നാണ് നമുക്കും പ്രേക്ഷകർക്കും തോന്നുന്നത്. ഏതായാലും നല്ലതാണെങ്കിൽ നമ്മുടെ ദേവുവിന്റെ വരനായിട്ട് അരുൺ തുടരട്ടെ, ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ സച്ചി പറയുന്ന പോലെ ഈ കല്യാണം നടക്കാതിരിക്കട്ടെ, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പം ഫുൾ വിശേഷവുമായിട്ട് നാളെ രാവിലെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തിട്ട് പോകണം. പിന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിങ്ങളും മറക്കരുതേ. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതേ രീതിയിൽ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.